ഹലോ! അങ്ങനെ സൺഡേ എത്തിയിരിക്കുകയാണ് ഒരു ഡെയിലി വ്ലോഗിൽ. അപ്പോൾ ഇന്ന് എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോണേ. അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ ചായ കുടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇന്ന് വേറൊരു പൂവിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഇന്നലെ വേറൊരു പൂവിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. അങ്ങനെ ഓരോ ദിവസവും ഞാൻ മാറി മാറി ചായ കുടിക്കാൻ നേരത്തെ ഓരോ വീഡിയോ ഇങ്ങനെ എടുക്കും. പിന്നെ ഞാൻ ഇന്ന് കിച്ചണിലേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് അപ്പമാണ് കേട്ടോ, അപ്പവും മുട്ടക്കറിയും. മിക്കപ്പോഴും സൺഡേയ്സിൽ അപ്പമായിരിക്കും. പിന്നെ ഉച്ചക്കത്തേക്ക് ചിക്കനോ ബീഫോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് നമുക്ക് മീൻ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അയിലയുണ്ട്. അങ്ങനെ അയില ഞാൻ തണുപ്പ് മാറാനായിട്ട് ഫ്രിഡ്ജിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനിൻ്റെ ആ തണുപ്പൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം ഞാനാണെങ്കിൽ മീൻകറി വെക്കാനായിട്ട് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കുറച്ച് ഇഞ്ചി എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി അതിലേക്ക് അരപ്പും കൂടെ ഒന്ന് വഴറ്റിയെടുത്തപ്പോഴത്തേക്ക് നമ്മൾ കുടംപുളിയും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് തിളയ്ക്കാൻ വെച്ചു. അപ്പോൾ തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പയിൽ മോര് കാച്ചി. ഇവിടെ മുളക് കറി ഉണ്ടെങ്കിൽ മോര് കാച്ചൽ ഒരു നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് അമരപ്പയർ തോരനാക്കാമെന്ന് കരുതിയിട്ട് അമരപ്പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എണ്ണയിലൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ അരപ്പും കൂടെ ഒന്ന് ആക്കിയെടുത്തു. പിന്നെ അരപ്പും കൂടെ ഒന്ന് തട്ടിയിട്ടിട്ട് നമ്മുടെ അമരപ്പയറുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് അമരപ്പയറും ഉണ്ടാക്കി, മോര് കാച്ചിയതും ഉണ്ടാക്കി. പിന്നെ ദാണ്ട മീൻകറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വറ്റി വന്നപ്പോഴത്തേക്കും അതും ഓഫ് ചെയ്തു. പിന്നെ ഇതാ ചോറ് കഴിക്കാനായിട്ട് മീൻകറിയും അമരപ്പയർ തോരനും മോര് കാച്ചിയതും എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൺഡേ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കൂട്ടാക്കാൻ മറക്കല്ലേ. ടാറ്റാ.